ഹായ്, വെൽക്കം ടു ഓൾ. അപ്പം ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ കുറച്ച് ജേർണൽ എൻട്രീസും അതുപോലെ തന്നെ ആ ജേർണൽ എൻട്രീസ് ഓരോ ലെഡ്ജറിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ എന്താണ് അക്കൗണ്ടിങ്, എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ജേർണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജേർണൽ എൻട്രീസിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് ക്രെഡിറ്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിൻ്റെ റൂൾ എന്താണെന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ കുറച്ച് ജേർണൽ എൻട്രീസിൻ്റെ എക്സാമ്പിൾ എടുക്കും. ആ എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഓരോ ജേർണൽ എൻട്രിയും അതിൻ്റെ ഏതൊക്കെ ലെഡ്ജറിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ലെഡ്ജറിൽ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾ എന്താണെന്നുള്ളത് നമുക്കൊന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അക്കൗണ്ടിനെ നമ്മൾ 5 അക്കൗണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വരുന്ന അസറ്റ്, ലയബിലിറ്റീസ്, ഓണേഴ്സ് ഇക്വിറ്റി, ഇൻകം ഓർ റവന്യൂ, എക്സ്പെൻസ്. ഇതാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അക്കൗണ്ട്. നമ്മൾ ഏത് എൻട്രീസ്, ഏത് ജേർണൽ എൻട്രി എടുത്തു കഴിഞ്ഞാലും അതിൽ വരുന്ന എല്ലാ അക്കൗണ്ട്സും ഈ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. ഈ അസറ്റ് എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലയബിലിറ്റീസ്, ഓണേഴ്സ് ഇക്വിറ്റി, ഇൻകം ഓർ റവന്യൂ, എക്സ്പെൻസ്. ഇത്രയായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന അക്കൗണ്ട് ടൈപ്പ്. അത് അസറ്റും എക്സ്പെൻസും കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ബാക്കി എല്ലാ അക്കൗണ്ടുകളും കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇതായിരുന്നു നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂള്. അപ്പോൾ ഈ ഒരു റൂള് വെച്ചിട്ടാണ് നമ്മൾ ഇനി എല്ലാ ജേർണൽ എൻട്രീസും ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞത് ഓണർ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓണർ ഇൻവെസ്റ്റഡ് 1 lakh rupees ഇൻ ക്യാഷ് ടു സ്റ്റാർട്ട് ദ ബിസിനസ്. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിക്കാൻ 2 അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ടാണ്, ഒന്ന് ഓണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രി വരിക നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ഒരു അസറ്റ് അക്കൗണ്ടാണ്. ക്യാഷ് എന്നുള്ള ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റി, ഓണേഴ്സ് ക്യാപിറ്റലും കൂടുകയാണ്. അപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അത് അക്കൗണ്ട് കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഈ ജേർണൽ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് അപ് ടു ഓണേഴ്സ് ഇക്വിറ്റി. ഇതാണ് ഈ എൻട്രി വരിക. നമുക്ക് ഈ എൻട്രി, ഈ ഒരു ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ടിലും എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ഇത് എഫക്റ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞു, ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 1,00,000 rupees എന്നുള്ളത് വരും. അവിടെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓണേഴ്സ് ഇക്വിറ്റി കൂടാണ്. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ക്രെഡിറ്റിൽ ഒരു 1 lakh rupees വന്നിട്ടുണ്ടാവും. നമ്മൾ ബാലൻസ് നോക്കുമ്പോൾ 1 lakh rupees ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഓണേഴ്സ് സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh എന്നുള്ള ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ 2 അക്കൗണ്ടിനാണ് അത് എഫക്റ്റ് ചെയ്യുക. ഒന്ന് ക്യാഷ് അക്കൗണ്ടോ ക്യാപിറ്റൽ അക്കൗണ്ടോ. ക്യാഷ് അക്കൗണ്ടിൽ 1 lakh ഡെബിറ്റ് വരും, ക്യാപിറ്റൽ അക്കൗണ്ടിന് 1 lakh ക്രെഡിറ്റ് വരും. നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. നമ്മൾ പർച്ചേസ് ഓഫ് ഓഫീസ് സപ്ലൈസ് ഫോർ ക്യാഷ്. നമ്മൾ ഓഫീസിലേക്കൊരു 5,000 rupees വാല്യുള്ള പർച്ചേസ് ഓഫീസ് സപ്ലൈസ് വാ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഇൻവോൾവ് ആയിട്ട് 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഓഫീസ് സപ്ലൈസ് എന്നുള്ള അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ട്. ഈ 2 അക്കൗണ്ടാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓഫീസ് സപ്ലൈസ് എന്നുള്ള അക്കൗണ്ട് എന്താണ്? അതൊരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. എക്സ്പെൻസ് അക്കൗണ്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യാഷ് നമുക്ക് പേ ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ക്യാഷ് പേ ചെയ്യുന്ന പറയുമ്പോൾ ക്യാഷ് കുറയാണ്. ക്യാഷ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി വരിക ഓഫീസ് സപ്ലൈസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ എന്താണ് കാരണം? അത് എക്സ്പെൻസ് അക്കൗണ്ടാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അതുതന്നെ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം ക്യാഷ് കുറയാണ്. നമ്മൾ 5,000 rupees പേ ചെയ്തിട്ടാണ് ഓഫീസ് സപ്ലൈസ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി വരിക ഓഫീസ് സപ്ലൈസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 2 അക്കൗണ്ടിനാണ് അത് എഫക്റ്റ് ചെയ്യുക. ഒന്ന് ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ ഓഫീസ് സപ്ലൈസ് അക്കൗണ്ടും. അപ്പോൾ നമ്മൾ മുന്നത്തെ ട്രാൻസാക്ഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നോക്കാൻ പോവാണ്. ഇപ്പോൾ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh നടത്തി. അപ്പോൾ അത് ഓഫീസ് സപ്ലൈസ് പർച്ചേസ് ചെയ്തൊരു 5,000 നമ്മൾ പേ ചെയ്തു. അത് ക്രെഡിറ്റ് ആണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ബാലൻസ് നോക്കുമ്പോൾ 95,000 ഉണ്ടാവും. ഓണേഴ്സ് ക്യാപിറ്റൽ 1 lakh കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിലും നമ്മൾ 5,000 rupees പേ ചെയ്തിട്ട് ഓഫീസ് സപ്ലൈസ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ക്യാഷ് ബാലൻസ് വരെ നമുക്ക് 95,000 ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അതേസമയം തന്നെ നമ്മൾ ഓഫീസ് സപ്ലൈസ് അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5,000 ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും. കാരണം ഓഫീസ് സപ്ലൈസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. എക്സ്പെൻസ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. നമ്മൾ ഓഫീസ് സപ്ലൈസ് പർച്ചേസ് ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ
ഈ എക്സ്പെൻസ് അക്കൗണ്ടിന് അല്ലെങ്കിൽ ഓഫീസ് സപ്ലൈസ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്തൊരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. റെന്റ് പേയ്മെന്റ് ഫോർ ഓഫീസ് പ്രമൈസസ്. നമ്മൾ ഒരു ഓഫീസിന് നമ്മൾ റെന്റ് പേ ചെയ്തു. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിട്ട് രണ്ട് അക്കൗണ്ട്, ഒന്ന് റെന്റ് എക്സ്പെൻസ്, ക്യാഷ്, ഈ രണ്ട് അക്കൗണ്ടാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. റെന്റ് എന്നുള്ളൊരു എക്സ്പെൻസ് നമ്മൾ അഡീഷണൽ ആയിട്ട് വന്നു. റെന്റുള്ള എക്സ്പെൻസ് നമുക്ക് കൂടി. ഇപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്യാഷ് നമുക്കൊരു അസറ്റാണ്. ക്യാഷ് കുറയാണ്. നമ്മൾ 5,000 റുപ്പീസ് 50,000 റുപ്പീസ് നമ്മൾ പേ ചെയ്തു. അപ്പോൾ അത് കുറയാണ്. അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി വരിക റെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ക്ലിയർ ആണ്? റെന്റ് എന്നുള്ള എക്സ്പെൻസ് കൂടിയത് കൊണ്ട് നമ്മൾ ആ റെന്റിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് കുറഞ്ഞത് കൊണ്ട് നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റും ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് അക്കൗണ്ടിൽ ഒരു പേയ്മെൻറ്റും കൂടെ വന്നിട്ടുണ്ടാവും. കാരണം പേയ്മെൻറ്റ് ഓഫ് റെന്റ് 15,000 നമ്മൾ റെന്റ് പേ ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ ബാലൻസ് വരെ 80,000 ഡെബിറ്റ് ബാലൻസ് അയക്കും. കാരണം നമുക്ക് 1 lakh ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ രണ്ട് എക്സ്പെൻസ് പേ ചെയ്തു, 5,000 15,000. അപ്പോൾ നമ്മളെ ടോട്ടൽ നെറ്റ് ക്യാഷ് അക്കൗണ്ട് ബാലൻസ് 80,000 ഡെബിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റെന്റ് എക്സ്പെൻസ് എന്നുള്ളൊരു അഡീഷണൽ അക്കൗണ്ട് നമുക്ക് വന്നിട്ടുണ്ടാവും. എക്സ്പെൻസ് അക്കൗണ്ട് നോർമലി ഡെബിറ്റ് സൈഡാണ്, നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ 15,000 ഒരു ഡെബിറ്റ് ബാലൻസിൽ ഒരു എക്സ്പെൻസ് അക്കൗണ്ടും കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ആയിരിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ ലെഡ്ജറിനുണ്ടാവും. അപ്പോൾ അടുത്തൊരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് എക്യുപ്മെന്റ് ഫോർ ഓഫീസ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ ക്രെഡിറ്റിന് ഓഫീസ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തു. ഓഫീസ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ നോർമലി അസറ്റ് ആയിരിക്കും. നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് അത് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതൊരു അസറ്റാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യും, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വരിക ഓഫീസ് എക്യുപ്മെന്റ് അസറ്റ്. ഈ ഒരു അസറ്റ് നമുക്ക് കൂടുകയാണ്. ഈ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസറ്റ് നമുക്ക് കൂടും 30,000. അപ്പോൾ ആ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ അക്കൗണ്ട് പേയബിൾ നമുക്ക് കൂടുകയാണ്. കാരണം നമുക്ക് അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞൊരു ലാബിലിറ്റി ക്രിയേറ്റ് ആവുകയാണ്. അക്കൗണ്ട് പേയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അക്കൗണ്ട് പേയബിൾ വരിക. ഈ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതാണ്, നമുക്ക് ലാബിലിറ്റിയാണ്. ഇപ്പോൾ അക്കൗണ്ട് പേയബിൾ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി വരിക ഓഫീസ് എക്യുപ്മെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു അക്കൗണ്ട് പേയബിൾ. ഇത് രണ്ട് അക്കൗണ്ടിനാണ്, രണ്ട് ലെഡ്ജറിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. ഒന്ന് ഓഫീസ് എക്യുപ്മെന്റ് അക്കൗണ്ട് ഒരു അസറ്റ് ആണ്. അസറ്റിന് നമ്മൾ 30,000 ഡെബിറ്റ് ചെയ്യും. കാരണം എന്താണ്? അസറ്റ് കൂടുകയാണ്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് എന്നുള്ള ലാബിലിറ്റിയാണ്. ലാബിലിറ്റിയും കൂടുകയാണ്. ലാബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ രണ്ട് അക്കൗണ്ടിനെയാണ് ഈ ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്യുക. ഓഫീസ് എക്യുപ്മെന്റ് എന്നുള്ള അസറ്റ് അക്കൗണ്ടിനെയും ക്രെഡിറ്റേഴ്സ് എന്നുള്ള ലാബിലിറ്റി അക്കൗണ്ടിനെയും. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സെയിൽസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ക്യാഷിന് 40,000 റുപ്പീസ് ക്യാഷിന് നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്തു. നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്ത ഗുഡ്സിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ 40,000 റുപ്പീസ് നമുക്കൊരു ക്യാഷ് സെയിൽ നടന്നു. രണ്ട് അക്കൗണ്ടാണ് ഇവിടെ എഫക്റ്റ് ആവുക. ഒന്ന് സെയിൽസ് എന്നുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് എന്നുള്ള അക്കൗണ്ടും. നമുക്ക് ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടാണ്. സെയിൽസ് ആണ് ക്യാഷ്. രണ്ട് അക്കൗണ്ടിനാണ് നമുക്കിത് ഈ ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യാണ്. ക്യാഷ് കൂടുകയാണ്. 40,000 ക്യാഷ് കൂടിയതുകൊണ്ട് നമുക്ക് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് ഒരു അസറ്റാണ് നമ്മൾ. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഈ 40,000 നമ്മൾ ഡെബിറ്റ് ചെയ്യും. സെയിൽസ് എന്നുള്ളത് റവന്യൂ ആണ്. സെയിൽസ് കൂടുമ്പോൾ സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി ആയിട്ട് വരിക ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് എന്നുള്ള ജേണൽ എൻട്രിയാണ് നമുക്ക് വരിക. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് അക്കൗണ്ടിന് ഈ ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സെയിൽസ് റവന്യൂ അക്കൗണ്ടിനെയും ഈ ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്യും. ക്യാഷിൽ നമുക്ക് ഡെഫിനറ്റ്ലി 40,000 ഡെബിറ്റ് വന്നിട്ടുണ്ടാവും. കാരണം നമുക്ക് ക്യാഷ് കളക്ഷൻ ആണ് വന്നിട്ടുള്ളത്. ക്യാഷ് റിസീവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. സെയിൽസ് റവന്യൂ എടുത്തു കഴിഞ്ഞാൽ സെയിൽസ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാരണം സെയിൽസ് എന്നുള്ള റവന്യൂ ആണ്. റവന്യൂ കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിനെയും സെയിൽസ് അക്കൗണ്ടിനെയും ഇത് എഫക്റ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, 40,000 ഡെബിറ്റ് ചെയ്യും. സെയിൽസ് അക്കൗണ്ടിനെ നമ്മൾ 40,000 ക്രെഡിറ്റും ചെയ്യും. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ബോറോഡ് ഫണ്ട് ഫ്രം എ ബാങ്ക്. ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് ഫണ്ട് ബോറോ ചെയ്യുന്നത് നമ്മൾ കടമായിട്ട് വാങ്ങിച്ചു. അത് ബാങ്കിൽ നിന്ന് ചെറിയ ലോൺ എടുത്തു, ഷോർട്ട് ടേം ലോൺ എടുത്തു 50,000 റുപ്പീസ്. ഇതിൽ രണ്ട് അക്കൗണ്ടിനാണ് ഇത് എഫക്റ്റ് ചെയ്യാം. ബാങ്ക് ലോൺ അക്കൗണ്ട് പറയുമ്പോൾ ഒരു ലയബിലിറ്റിയാണ്. ബാങ്ക് ലോൺ എന്ന് അറിയാൻ നമുക്കറിയാം ഒരു ലയബിലിറ്റിയാണ്. നമ്മൾ ഫ്യൂച്ചറിൽ അത് ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പോൾ ബാങ്ക് ലോൺ ഒരു ലയബിലിറ്റിയാണ്.
ക്യാഷ് എന്നുള്ളത് നമ്മൾ അസറ്റാണ്. അപ്പം നമ്മൾ ക്യാഷായിട്ട് 50,000 ബാങ്ക് ലോൺ റിസീവ് ചെയ്തു. അപ്പോൾ ക്യാഷ് റിസീവ് ചെയ്തു. ക്യാഷ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ നോർമലി ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ബാങ്ക് ലോണിൽ റിസീവ് ചെയ്താൽ നമ്മൾ ക്യാഷ് ബാലൻസ് കൂടുകയാണ്. അപ്പോൾ നമ്മൾ ക്യാഷിന് 50,000 ഡെബിറ്റ് ചെയ്തു. ബാങ്ക് ലോൺ എന്നുള്ള ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ആ ലാബിലിറ്റി കൂടിയതിന് നമ്മൾ 50,000 ക്രെഡിറ്റും ചെയ്തു. അപ്പോൾ ഇതിൽ ജേണൽ എൻട്രി വരെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ലോൺ. അപ്പോൾ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഓണർ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. നമ്മൾ മുന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഓണറും ബിസിനസ്സും രണ്ടാണ്. അപ്പോൾ ഓണർ ആളെ സ്വന്തം ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോഴും നമ്മൾ ഓണർ ആ ക്യാഷ് വിഡ്രോ ചെയ്തതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓണർ വിഡ്രോ ₹20,000 ഫോർ പേഴ്സണൽ യൂസ്. നമ്മൾ പേഴ്സണൽ യൂസിന് ഓണർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്താൽ 2 അക്കൗണ്ടിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുക. ഓണേഴ്സ് ഇക്വിറ്റിയും ക്യാഷും, ഈ 2 അക്കൗണ്ടിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുക. നമ്മൾ ക്യാഷ് ഡെഫിനറ്റ്ലി നമുക്ക് കുറയാണ്. അപ്പോൾ ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓണേഴ്സ് ഡ്രോയിങ്, ഓണേഴ്സ് ഇക്വിറ്റി കുറയാണ്. ഓണേഴ്സ് ഇക്വിറ്റി കുറയുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി വരെ ഓണേഴ്സ് ഇക്വിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇതാണ് നമ്മളെ ജേണൽ എൻട്രി ആയിട്ട് വരിക. ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് അക്കൗണ്ടിനെയും എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെയും ഈ ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ടിൽ നമുക്കൊരു ക്രെഡിറ്റ് വരും, ഓണേഴ്സ് വിഡ്രോവൽ എന്നുള്ളൊരു ക്രെഡിറ്റ് വരും. കാരണം നമ്മൾ ഓണർ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ആണ്, നമ്മൾ ക്യാഷ് കുറയുക. ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തത്. അതുപോലെ തന്നെ ഓണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഇക്വിറ്റി അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് വരും. കാരണം ഓണേഴ്സ് ക്യാപിറ്റൽ ഒരു ലയബിലിറ്റി അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ഇക്വിറ്റി അക്കൗണ്ടാണ്. ഇക്വിറ്റി അക്കൗണ്ട് കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഡെബിറ്റ് വരും, 20,000 ഡെബിറ്റ് വരും ഈ ഓണേഴ്സ് ഇക്വിറ്റി അക്കൗണ്ട്. നമ്മൾ കുറച്ച് ട്രാൻസാക്ഷൻസ് എടുത്ത് നമ്മൾ ജേണൽ എൻട്രീസിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ ഈ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയാണ് ഓരോ ലെഡ്ജറിൽ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.